പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥ രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ റഷ്യ ഡ്രോണുകൾ നൽകി സഹായിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യയിൽ US, ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യം രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ റഷ്യ ഡ്രോണുകൾ എത്തിക്കുന്നതായി പാശ്ചാത്യ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. ഡ്രോൺ വിതരണം ഘട്ടം ഘട്ടമായാണ് റഷ്യ നടപ്പിലാക്കി വരുന്നത്. ഡ്രോണുകൾക്കൊപ്പം ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അടിയന്തര സഹായങ്ങളും റഷ്യ ഇറാന് നൽകുന്നുവെന്നാണ് വിവരം. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാനെ കൂടുതൽ സജ്ജമാക്കാനുള്ള നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം തന്നെ ഡ്രോൺ വിതരണത്തിന് തുടക്കമിട്ടതായാണ് പറയപ്പെടുന്നത്. വരുന്ന ആഴ്ചകളിൽ ഇറാനിലേക്കുള്ള ഡ്രോൺ വിതരണം വർദ്ധിപ്പിക്കാനും റഷ്യക്ക് പദ്ധതിയുള്ളതായും സൂചനയുണ്ട്. ഇറാന്റെ ആയുധശേഷി പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ആക്രമണ പരമ്പരകൾ തുടരുകയാണ്. നിലവിൽ യമനിലെ സായുധ സംഘമായ ഹൂതികളും ഇറാനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ പശ്ചിമേഷ്യൻ യുദ്ധം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടയിലാണ് ഇറാന്റെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള നീക്കം റഷ്യയും നടത്തിവരുന്നത്. റഷ്യ നൽകുന്ന ഡ്രോണുകൾ മുൻപ് ഇറാൻ വികസിപ്പിച്ച സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി കൂടുതൽ മെച്ചപ്പെടുത്തിയവ ആണെന്നാണ് റിപ്പോർട്ടുകൾ. മികച്ച നാവിഗേഷൻ സംവിധാനവും ആധുനിക സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സാധ്യമാക്കിയിരിക്കുന്ന ഈ ഡ്രോണുകൾ ഇറാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നു തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിനൊപ്പം റഷ്യ ചില നിർണായക ഇന്റലിജൻസ് വിവരങ്ങളും സാറ്റലൈറ്റ് ഡാറ്റയും ഇറാനുമായി പങ്കുവെക്കുന്നുവെന്ന പ്രചരണങ്ങളും ശക്തമാവുന്നുണ്ട്. എന്നാൽ അത്തരം റിപ്പോർട്ടുകൾ റഷ്യ നിഷേധിച്ചു. ഇറാനുമായി അടുത്ത ബന്ധം തുടരുന്നുവെങ്കിലും തങ്ങൾ അത്തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകളോ ഡാറ്റകളോ കൈമാറിയിട്ടില്ല എന്നാണ് റഷ്യ പറയുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി വിവിധ മേഖലകളിൽ വളർന്നു വന്നതാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായത്. പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ ഇരു കൂട്ടരും തമ്മിലുള്ള പരസ്പര ബന്ധം കൂടുതൽ ദൃഢകരമായി തീർന്നിട്ടുമുണ്ട്. ഇറാൻ റഷ്യക്ക് ഡ്രോണുകൾ നൽകിയതും പിന്നീട് അതിന്റെ നിർമ്മാണം റഷ്യയിൽ തന്നെ ആരംഭിച്ചതും ഈ സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഇതോടെ ഒരിക്കൽ ഏകപക്ഷീയമായിരുന്ന ബന്ധം പരസ്പര ആശ്രയത്വത്തിലേക്ക് മാറിയതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഈ ബന്ധം കൂടുതൽ സൈനിക തന്ത്രപരമായ തലത്തിലേക്ക് കടക്കുന്നതായാണ് കാണുന്നത്. റഷ്യ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നില്ലെങ്കിലും സാങ്കേതിക, ലോജിസ്റ്റിക്സ്, ഇന്റലിജൻസ് പിന്തുണ വഴി ഇറാനെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇതിലൂടെ പശ്ചിമേഷ്യയിൽ പാശ്ചാത്യ സ്വാധീനം ചെറുക്കാനും ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ നിലപാട് ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതായാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. റഷ്യ ഇറാൻ സഹകരണം ശക്തമാകുന്നത് പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്ന ആശങ്കയും ഉയർത്തുകയാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സൈനിക സഹകരണത്തിന്റെ വർധനവും പുതിയ തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാനും ആഗോളതലത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്നു തന്നെയാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.